എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണ് നിലമ്പൂരിൽ തനിക്ക് നല്ല ജയമുണ്ടായതെന്ന് ആര്യാടൻ ഷൗക്കത്ത്. പി വി അൻവർ ഉൾപ്പെടെ ആരുടെ പിന്തുണ കിട്ടിയാലും സന്തോഷമാണെന്നും ആര്യാടൻ ഷൗക്കത്ത് മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിലമ്പൂരിലെ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്താണ് ഉള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള ആ പട്ടം മാറി ഇപ്പോൾ നിയുക്ത MLA ആയിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് പരിപാടികളൊന്നുമില്ല. UDF തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ LDF ഉപേക്ഷിച്ചു പോയി. ആ വികസന പ്രവർത്തനങ്ങൾ പൊടി തട്ടിയെടുത്ത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. LDF ഗവൺമെൻറ് അതിനെ പിന്തുണച്ചാൽ നമ്മളത് ചെയ്യും എന്തായാലും. അതേസമയം നിലമ്പൂരിലെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ അതിലെന്തൊക്കെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പരമാവധി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തും. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ പലതരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നത് സ്ഥാനാർത്ഥിത്വം തൊട്ട് പലതും, അതിലേറ്റവും വലുതൊന്നായിരുന്നു ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അത് ഈ താങ്കൾക്ക് ഗുണകരമായോ എന്താണ് വിലയിരുത്തുന്നത്? അതാ ഞാൻ ചോദിക്കുന്നതല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഓരോ സോഷ്യൽ ഗ്രൂപ്പുകളും അവരുടെ നിലപാടുകൾ എടുത്തിട്ടുള്ളത് വളരെ വ്യക്തമായി ഈ ഗവൺമെൻറ് എടുക്കുന്ന പോളിസികളോട് അല്ലെങ്കിൽ UDF മുന്നോട്ട് വെക്കുന്ന ആശയത്തെ സംബന്ധിച്ച്. ജമായത്തെ ഇസ്ലാമി അതേപോലൊരു നിലപാടെടുത്തു. ജമായത്തെ ഇസ്ലാമി ആ നിലപാട് പൂർണ്ണമായും അത് ജമായത്തെ ഇസ്ലാമിയുടെ നിലപാട്, അതേപോലെ മറ്റു സോഷ്യൽ ഗ്രൂപ്പുകളെടുത്ത നിലപാടുകൾ, അതിലെല്ലാ മതസംഘടനകളും എല്ലാവരും അവരൊക്കെ എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ UDFനെ പിന്തുണച്ചു. അതിൽ യാതൊരു തർക്കവും സംശയവുമില്ല. പിന്നെ ജമായത്തെ ഇസ്ലാമി ആദ്യമായിട്ടല്ല നിലമ്പൂരിൽ UDFനെ പിന്തുണക്കുന്നത്. 2019 രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ്, 2024 രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ്, 2024 പ്രിയങ്ക ഗാന്ധിയുടെ ബൈ ഇലക്ഷൻ, ഇതിലൊക്കെ ജമായത്തെ ഇസ്ലാമി പരിപൂർണമായി പിന്തുണയ്ക്കുകയും പരസ്യമായി പ്രചരണ രംഗത്ത് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്.